കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. നിർമ്മലാ സീതാരാമൻ പുറത്തേക്ക്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ നിർണായകമായ ആദ്യ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന അടുത്ത ആഴ്ച നടന്നേക്കുമെന്ന് സൂചന. വരാനിരിക്കുന്ന നിർണായക സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിയുടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും മുൻനിർത്തിയാണ് BJP ഈ വൻ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് വിവരം. മുൻ RBI ഗവർണറും നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ സാമ്പത്തിക വിദഗ്ധൻ ശക്തികാന്ത ദാസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ആലോചനയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ, ഹർദീപ് സിംഗ് പുരി നിലവിലെ ഈ പ്രമുഖ മന്ത്രിമാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായേക്കും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനാചരണത്തോട് ബന്ധപ്പെട്ട പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്താൻ വൈകിയതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ 1 മണിക്കൂറോളം മഴയത്ത് നിർത്തി. തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിലായിരുന്നു എക്സൈസ് വകുപ്പിന്റെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 10:30 മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പരിപാടിക്കെത്താൻ മണിക്കൂറുകളോളം വൈകി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയെ പോലീസ് ബീഹാറിൽ നിന്നും സാഹസികമായി പിടികൂടി. മലപ്പുറം ആദവനാട് കുറുമ്പത്തൂർ സ്വദേശി മണ്ണത്ത് വീട്ടിൽ MK മുഹമ്മദ് ആണ് വളാഞ്ചേരി പോലീസിന്റെ വലയിലായത്. വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ നിലവിൽ 20ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന ആഴ്ച മഴ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ആവശ്യത്തിന് മഴ ലഭിക്കാത്തതാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വൈദ്യുതി കിട്ടാത്തത് ആണ് നിലവിലെ പ്രതിസന്ധി. ഓരോരുത്തരും സ്വയം വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരണം. അണക്കെട്ടിൽ വെള്ളം കുറഞ്ഞതും പ്രതിസന്ധിയാക്കി. സോളാർ വൈദ്യുതി സംഭരിക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിനിടെ വീരമൃത്യു വരിച്ച 6 ധീര സൈനികരുടെ പേരുകൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടു. കരസേനയിലെ സുബേദാർ മേജർ പവൻ കുമാർ, റൈഫിൾമാൻ സുനിൽ കുമാർ, ലാൻസ് നായിക് ദിനേശ് കുമാർ, അഗ്നിവീർ മുരളി നായിക്, ഹവിൽദാർ സുനിൽ കുമാർ സിംഗ്, വ്യോമസേനയിലെ സർജന്റ് സുരേന്ദ്ര കുമാർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ പരാഗ്വേയെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് ഓസ്ട്രേലിയ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ചരിത്രത്തിൽ 3ാം തവണയാണ് സോക്കറൂസ് ലോകകപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിൽ 2ാം സ്ഥാനക്കാരായാണ് ഓസ്ട്രേലിയയുടെ മുന്നേറ്റം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കടുത്ത വിള്ളൽ വീഴുന്നതിനിടെ ബംഗ്ലാദേശിലെ തന്ത്രപ്രധാനമായ മോംഗ്ല തുറമുഖത്തിന് സമീപമുള്ള സാമ്പത്തിക മേഖല വികസിപ്പിക്കാനുള്ള അവകാശം ചൈന സ്വന്തമാക്കി. ബംഗ്ലാദേശിൽ പുതുതായി അധികാരമേറ്റ പ്രധാനമന്ത്രി താരിഫ് റഹ്മാന്റെ ആദ്യ ഔദ്യോഗിക ചൈന സന്ദർശനത്തിനിടെയാണ് ചൈനീസ് പൊതുമേഖലാ കമ്പനിയായ ചൈന സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ബംഗ്ലാദേശ് കരാർ ഒപ്പുവെച്ചത്. സംസ്ഥാനത്തിന് സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകളില്ല. എറണാകുളം മഹാരാജാസ് കോളേജ് അടക്കം 7 കോളേജുകളുടെ പദവി റദ്ദാക്കി. 1994 സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ള തീരുമാനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയത്. 7ാം UGC റെഗുലേഷൻ പ്രകാരം സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകൾ എന്ന വിഭാഗം ഇല്ലെന്ന് കണ്ടെത്തിയാണ് വകുപ്പിന്റെ നടപടി. സ്പെഷ്യൽ ഗ്രേഡ് പദവി റദ്ദാക്കിയതോടെ പ്രസ്തുത കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയമിച്ചും വകുപ്പ് ഉത്തരവിറക്കി. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലത്തുള്ള ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ വെച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ജൂൺ 22 ഫലം പ്രഖ്യാപിക്കാനാണ് പ്രവേശന പരീക്ഷ കമ്മീഷണറേറ്റ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ CBSE+2
പുനർമൂല്യനിർണ്ണയ ഫലം വരാൻ വൈകിയതിനെ തുടർന്നാണ് തീയതി മാറ്റിവെച്ചത്. നാളെ ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാനാകും. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.